നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്കും അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവർക്കും ഈ വീഡിയോ കാണാം കേട്ടോ. ഇതൊരു ജനറൽ വീഡിയോ ആണ്. എല്ലാവർക്കും റീസണേറ്റ് ആവില്ല. ഓരോരുത്തരുടെ എനർജി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്സ്. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ എല്ലാ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അവരാലോചിക്കുന്നുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി വളരെയധികം ഫ്ലേർട്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അത് ആണോ പെണ്ണോ എന്നൊന്നുമില്ല, ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻ ഉള്ളതായിട്ട്. കാരണം എല്ലാവരുമായിട്ട് എന്താ പറയുക, ഒരു ഫ്ലേർട്ടിംഗ് ഉള്ള രീതിയിൽ. പക്ഷെ നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ് കേട്ടോ. നിങ്ങളോടുള്ള സ്നേഹം അയാൾക്ക് ആത്മാർത്ഥമാണ്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ്. സ്നേഹം ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളിൽ ആരോ, അല്ലെങ്കിൽ ഈ വ്യക്തിയോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ, എന്തോ രഹസ്യങ്ങളൊക്കെ ഉണ്ട്. ആളോട് ഇതുവരെയും പറയാത്ത കുറെ രഹസ്യങ്ങൾ അയാൾക്കായിരിക്കും. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. എന്തായാലും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആളൊരു ഫ്ലേർട്ടിംഗ് രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. കാരണം ഈ എല്ലാ കാർഡ്സിലും നിങ്ങൾക്ക് കാണാം അയാൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ കാർഡ്സിൽ കണ്ടോ, ഇവിടെ 7 of Cups ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കാരണം ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ 2 of Swords ഉണ്ട്. അതായത് രണ്ട് കാര്യങ്ങളായിട്ടാണ് എനിക്കിപ്പോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ 2 of Swords ഉണ്ട്, ഇവിടെ 2 of Pentacles ഉണ്ട്. അതായത് കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. എനിക്കത് നിങ്ങളാണോ അവരാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ ഏതോ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. ഈ ഒരു വ്യക്തിയെ വേണോ അല്ലെങ്കിൽ വേണ്ടയോ, മുന്നോട്ട് മൂവ് ചെയ്യണോ വേണ്ടയോ എന്ന്. കാരണം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാൾക്ക് ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ രണ്ട് കൺഫ്യൂഷൻ സ്റ്റേജുമാണ്. ആരെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വ്യക്തി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകരും എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷത്തിലും ഗേൾസ് ആണ്. അതായത് ഗേൾസിന്റെ ഒരു എനർജീസ് ആണ് ഇവിടെ കിട്ടുന്നത്. ക്യൂൺ ഓഫ് വാൺസ്, അതായത് ഗേൾസിന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഈ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. കാരണം ക്യൂൺ ഓഫ് വാൺസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ കിങ് ഓഫ് സോഡ്സ് ഉണ്ട്. ഈ ഒരു ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി ഒരുപാട് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തല്ലുകൂടുന്ന ഒരു വ്യക്തിയായിരിക്കും. നീ അങ്ങനെയാണ്, നിനക്ക് എന്താ അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും എന്നൊക്കെ പറഞ്ഞിട്ടൊരു എന്താ പറയാ, ഒരു ജഗ്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷെ ആള് നിങ്ങളായിട്ട് തല്ലുപിടിക്കുകയും ചെയ്യും. ആള് തിരിച്ചു പോയിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യും. മറ്റുള്ളവരൊക്കെ വായ നോക്കുക, അങ്ങനത്തെ ഒരു ടീമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഒരു കൺഫ്യൂഷൻ സ്റ്റേജും ഉണ്ട്. ഈ ഒരു വ്യക്തിയെ വേണോ, അല്ലെങ്കിൽ ഇത് മതിയോ എന്നൊക്കെ ഒരു രീതിയിലാണ് എനിക്ക് കാണുന്നത്. അത് മാത്രമല്ല, നിങ്ങളെ കുറിച്ച് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാർഡ് റീഡിങ് ആയിരുന്നു ഇവിടെ. പക്ഷെ ഈ ഒരു മുഴുവൻ കാർഡ്സും വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനത്തെ ഒരു കാര്യമാണ്. അതായത് എനിക്കിവിടെ പറയാൻ കഴിയുന്നത്, ഇപ്പോ ഈ വ്യക്തി നിങ്ങൾക്കധികം പ്രയോറിറ്റി ഒന്നും തരുന്നുണ്ടായിരിക്കില്ല. കാരണം നിങ്ങളെ കാര്യങ്ങൾക്കോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നല്ല സ്നേഹമൊക്കെ തന്നെയായിരുന്നു ഇരിക്കണം. പിന്നീട് അങ്ങോട്ട് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലേർട്ടിംഗ് രീതിയിലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് യൂണിവേഴ്സ് പറയുന്ന എന്താന്ന് വെച്ചാൽ, എനിക്കിവിടെ എനർജി കിട്ടുന്ന എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ വില ആ വ്യക്തി മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ആദ്യം കാർഡ് എടുത്തപ്പോൾ എനിക്ക് ഒരു സങ്കടം തോന്നി. കാരണം ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണല്ലോ, ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആത്മാർത്ഥത അവർക്കില്ലല്ലോ എന്നൊക്കെ ഒന്നൊരു സങ്കടം വന്നു. പക്ഷെ ഇവിടെ ദ വേൾഡ് കാർഡാണ് കിട്ടുന്നത്. ഈ സിറ്റുവേഷൻ ചേഞ്ച് ആവുകയാണ്. ഈ വ്യക്തി ഇപ്പോൾ എങ്ങനെയാണോ അതിൽ നിന്നൊക്കെ മാറാനായിട്ട്, ഫ്യൂച്ചറിൽ മാറാനായിട്ട് പോവുകയാണ്. കാരണം അവർക്ക് നിങ്ങളുടെ ഒരു വില നിങ്ങൾക്ക് മനസ്സിലാവാൻ പോവുകയാണ്. കാരണം നിങ്ങളാണ് പല വ്യക്തികളുടെ അടുത്തേക്ക് പോയിട്ടും ആ വ്യക്തിക്ക് ഒരു തട്ട് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം തേർഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ വല്ല തേർഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയതിനുള്ള കാര്യങ്ങൾക്കൊക്കെ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയതിനുള്ള ഭാവിയിൽ ആള് എന്താ പറയാ,
പരിതപിക്കാന്നൊക്കെ പറയില്ലേ, പരിതപിക്കാന്നുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. ഞങ്ങളോട് ആ ഒരു വ്യക്തിയോട് ചെയ്തത്, ഞാൻ അവളോട് ചെയ്തത് അല്ലെങ്കിൽ അവനോട് ചെയ്തത് വളരെ എന്താ പറയുക തെണ്ടിത്തരമായി പോയി, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഉള്ളൊരു മനസ്സിൽ തോട്ട്സ് വരുന്നതായിരിക്കും കേട്ടോ. കാരണം ഇവിടെ ഏസ് ഓഫ് വാൺസ് ഉണ്ട്, ത്രീ ഓഫ് വാൺസ് വാൺസ് ഉണ്ട്, വേൾഡ് ഉണ്ട്. അതായത് ഇപ്പൊ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ പോലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്. എന്നാൽ പോലും നിങ്ങൾ ആ സമയത്ത് അവർക്ക് ആ ഒരു ലവ് ഓഫർ ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടുകളയാനായിട്ട് പറ്റിയിട്ടില്ല. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തി വളരെയധികം മെച്യൂർഡ് ആയിട്ട് തിരിച്ച് ഇപ്പൊ ഒരു സമയത്ത് ഒരു ഫ്ലേട്ടിങ് രീതി, ഒരു കുട്ടിക്കളി എന്നൊക്കെ പറയില്ലേ, അതാണ് ഒരു വ്യക്തിയുടെ നേച്ചർ. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ കാണുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെയധികം മാറ്റമായിട്ട് തന്നെ വരുന്നതായിരിക്കും. കാരണം നിങ്ങളായിരിക്കും ആ ഒരു വ്യക്തിയുടെ പ്രയോറിറ്റി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എന്ന് കാണാം. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ആ ഒരു പെന്റിക്കിൾസ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇവിടെ ക്യൂൺ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. നിങ്ങളും രണ്ടുപേരും നിങ്ങളുടെ ആ ഒരു ലവ് ഓഫർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണ പോലെയല്ല. ഓക്കെ, ആ ഒരു വ്യക്തി നിങ്ങളെ തന്നെ നോക്കിയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ചില പ്രേക്ഷകർ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് ഡാനൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ വളരെയധികം ദുഃഖിച്ച് നിങ്ങളെ നോക്കി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.